എന്റെ റിക്വസ്റ്റ് അത് തന്നെയാണ്. അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഇവിടെ ഇപ്പോ അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന ആർക്കും കുഴപ്പമില്ല, അപമാനിച്ചെന്ന് പറയുന്ന ആർക്കും കുഴപ്പമില്ല. അവർ രണ്ടാൾക്കാരും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവർ രണ്ടാളും ഉള്ളത്. ആസിഫ് അലിന്റെ ഈ ഒരു പ്രോബ്ലം കുറേ യൂട്യൂബർമാർ വീഡിയോ ഇട്ട് ഞാൻ കണ്ട്. ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും ഇത് കടന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്ക് യാതൊരുവിധ അപമാനവും അയാൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർ രണ്ടാൾക്കാരും പരസ്പരം സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് ഒരു കുഴപ്പമില്ല എന്ന് അവർ പറയുന്നു. അപ്പൊ ഇപ്പം വീഡിയോ ഇട്ട ആൾക്കാരെല്ലാം എന്തിനിട്ടു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതിന്റെ കാരണം ആർക്കും അറിയില്ല, നമ്മൾ എന്തിനു വീഡിയോ ഇടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആസിഫ് അലീനെ അപമാനിച്ചു, അല്ലെങ്കിൽ അപമര്യാദയായിട്ട് അതിൻ്റെ അകത്ത് ഇത് ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ആ അവാർഡുമായി ബന്ധപ്പെട്ട വീഡിയോ തന്നെ കുറേ വീഡിയോ കളിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ശരിക്കും നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ ആ രണ്ടാൾക്കാർക്ക് അത് യാതൊരുവിധ പ്രശ്നവുമില്ല. അവർ രണ്ടാൾക്കാരും പരസ്പരം സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എങ്കിൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്നാ പ്രശ്നം? അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ വരുന്ന വീഡിയോസ് കണ്ടു നോക്കുമ്പോൾ അവർക്ക് രണ്ടാൾക്കാർക്കും ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ രണ്ടാൾക്കാരും പരസ്പരം സംസാരിച്ച് അത് അണ്ടർസ്റ്റാൻഡിങ് ആക്കി കഴിഞ്ഞ്. പിന്നെ വ്യൂസിന് വേണ്ടി നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ ഇട്ടതിനെ കൊണ്ട് ഇവിടെ ഒരു കാര്യമില്ല. ഇതിലിപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതോ അല്ല. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ വിഷയത്തിൽ നമ്മൾ അധികം കയറി ഇടപെടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഇത്രയും വീഡിയോകൾ കളിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ട്, അപ്പൊ അതിനൊന്നും ഒരു പ്രയോജനവുമില്ല. ഒരുപാട് വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട്, ഒരുപാട് യൂട്യൂബർമാർ ഇട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോ പല സ്ഥലത്തായിട്ട് ഇതിന്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന രണ്ട് ആൾക്കാരും അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, അവർ പരസ്പരം വിളിച്ചു സംസാരിച്ചു എന്നല്ലാന്ന് പറയുന്നു. അങ്ങനെയുള്ള വീഡിയോ നമ്മൾ കേട്ടിട്ടുണ്ട്, അതുമായിട്ട് പ്രതികരിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരു പ്രശ്നവുമില്ല. പ്രശ്നം ആയിരിക്കാം? നമുക്കാണ് പ്രശ്നം. ഒരുപാട് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ കാര്യം നോക്കാണ്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് വേറൊന്നുമല്ല. ഇനി നിങ്ങൾക്ക് എന്തെന്നാ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ പറ. ഇപ്പൊ പല വീഡിയോസിലും ഇതിനെപ്പറ്റി അവർക്കില്ലാത്ത പ്രശ്നമാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് കാണുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ എനക്കും കണ്ടപ്പം തോന്നിയിട്ടുണ്ട്, അയാളിപ്പോ എന്താ പറയാ, ഇപ്പൊ ആ ഒരു വീഡിയോയില് ശരിക്കും പറഞ്ഞാല് സംസാരിക്കുന്ന സമയത്ത് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ആ നടന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ആ അവാർഡ് സ്വീകരിക്കുന്ന ആള് നടന്റെ മുഖത്ത് പോലും ശരിക്കും പറഞ്ഞാൽ നോക്കുന്നില്ല. എവിടെയോ നോക്കിയിട്ട് കൈയിനെ കൊണ്ട് വേറെ ഏതോ ഒരാളെ ഇങ്ങനെ ക്ഷണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ശരിക്കും നമുക്ക് തോന്നുന്നുണ്ട് ശരിക്കും അങ്ങനെ ഒരു പ്രശ്നം. പക്ഷെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഈ രണ്ടാൾക്കാർക്ക് അതൊരിക്കലും അത് ഒരാൾക്ക് ഞാൻ അപമാനപ്പെട്ടു എന്നും തോന്നുന്നില്ല, മറ്റേ ആൾക്കാർക്ക് ഞാൻ അപമാനിച്ചിരുന്നെന്നും തോന്നുന്നില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ വെറുതെ കടന്ന് റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അതാണ് സത്യം. പിന്നെ നമുക്ക് ചിലപ്പം കുറച്ച് വ്യൂസ് കിട്ടിയിട്ടുണ്ടാവാം, കുറേ ചാനലുകാർക്ക് ചിലപ്പം കുറച്ച് വ്യൂസ് കിട്ടിയിട്ടുണ്ടാവാം. ആ ഒരു വ്യൂസ് മാത്രമേ നേട്ടമുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ അവരുടെ വിഷയത്തിനെ പറ്റി സംസാരിച്ചതിനെ കൊണ്ട് ഒരു കാര്യമില്ല. അവർക്ക് പരസ്പരം ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ള ഒരുപാട് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അവർക്ക് രണ്ടാൾക്കും ഒരു പ്രശ്നമില്ല. അവർ കൂളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ആസിഫ് അലി എന്ന് പറഞ്ഞ നടൻ തന്നെ അതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല എന്നാ പറയുന്നത്. അദ്ദേഹം അങ്ങനെ ചെയ്തതല്ല, എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കത്തിലായിരിക്കാം അദ്ദേഹം എന്നെല്ലാണ് ആസിഫ് അലി പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറേ റിയാക്ട് ചെയ്യുന്നു, കുറേ വീഡിയോസ് ഇടുന്നു. അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ, ചില ആൾക്കാർ കമൻറ്റും കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. അത് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നം സൃഷ്ടിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ് എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഈ കാര്യം ഇത്രയാ തോന്നിയത്. ഇനി നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറ.